കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 16, 19 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് ഈശോ ഫരിസേയരോട് അരുൾ ചെയ്തു, ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായിട്ട് ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രാഹം പറഞ്ഞു, മകനെ, നീ ഓർക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവനിവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രാഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുതപിക്കും. അബ്രാഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ലൂക്കാസ് സുവിശേഷകൻ മാത്രം നൽകുന്ന ഒരു ഉപമയാണ് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ. ഈ ധനവാന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇനിയും നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ട് ആ മനുഷ്യൻ നരകത്തിൽ പോയെങ്കിൽ നമ്മുടെ കാര്യം എന്താവും? ഈ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ച് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ. നമ്മൾ കണ്ടു, ധനവാന്റെ പടിവാതിക്കൽ ഒരു വ്രണം ബാധിച്ച് പട്ടി നക്കിയ ഒരു മനുഷ്യൻ കിടപ്പുണ്ടായിരുന്നു, ലാസർ. ആ മനുഷ്യനെ ഓടിച്ചു വിട്ടില്ല. ആ മനുഷ്യൻ അവിടെ കിടക്കുന്നത് നമുക്കൊരു അപമാനമാണ് എന്ന് ധനവാൻ ചിന്തിച്ചില്ല. ഇനി അവൻ്റെ മേശയിൽ നിന്ന് വീണത് അവനെടുത്ത് ഭക്ഷിച്ചതിൻ്റെ പേരിൽ അവിടെ അവന് ഒരു കുറ്റപ്പെടുത്തലും ഉണ്ടാക്കിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളെ ഒരുപക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടെന്ന് വരും. നമുക്കിങ്ങനെയുള്ളവരൊക്കെ ബുദ്ധിമുട്ടാണ്, അപമാനമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെ ഒഴിവാക്കണം. കൊന്നുകളയണമെങ്കിൽ അതിന് പോലും റെഡിയായെന്ന് വരും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ധനവാന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം. അവൻ ഏതായാലും നരകത്തിലെത്തി. അവൻ്റെ മനസ്സിൽ കൂടെ പോയൊരു ചിന്ത, എൻ്റെ സഹോദരങ്ങളെങ്കിലും സ്വർഗത്തിലെത്തണം, ഈ വേദനയുടെ സ്ഥലത്ത് വരരുത്. ഇന്ന് ചിലരുടെ മനോഭാവം, എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും കിട്ടണ്ട. അതിന് എങ്ങനെ വേണേലും ചിലർ വേണേ ബാക്കിയുള്ളവരെ ഭക്ഷിക്കാനുള്ള അതിനകത്തേക്ക് വേണേൽ ചരല് വാരിയിട്ടൊന്നും വരും. ആരും കഴിക്കണ്ട, ഞാൻ കഴിക്കുന്നില്ലെങ്കിൽ ആരും കഴിക്കണ്ട. ഇങ്ങനത്തെ മനോഭാവമല്ലോ ഈ ധനവാനുണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, കുറേ കാര്യങ്ങളൊക്കെ
ഈ ധനവാന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ കാണുകയാണ് എന്തായിരുന്നു ഇവൻ നരകത്തിൽ പോകാനുള്ള കാരണം. എല്ലാ ദിവസവും നമുക്ക് കുർബാനയുടെ തുടക്കത്തിൽ നമ്മൾ അനുതാപ ശുശ്രൂഷ നടത്താറുണ്ട്. അവിടെ പറയാറുള്ളൊരു കാര്യം, നമ്മുടെ ചിന്തയിൽ, സംസാരത്തിൽ, പ്രവൃത്തിയിൽ ഉപേക്ഷയിൽ വന്നുപോയ പാപം, ഉപേക്ഷയിൽ വന്നുപോയ പാപം നമ്മൾ ഏറ്റുപറയാറുണ്ട്. ഇനി അത് ഏറ്റുപറഞ്ഞാൽ പോരാ, ഏറ്റുപറഞ്ഞ അനുസരിച്ച് മുമ്പോട്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം. ഉപേക്ഷ വരുത്താതെ ചെയ്യാവുന്ന നന്മകൾ ചെയ്യുന്നതിൽ ഉപേക്ഷ വരുത്താതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. സൽപ്രവർത്തികളിൽ സമ്പന്നരാകാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. ഇന്നത്തെ രണ്ടാം വായന 1 തീമോത്തി 6 അധ്യായം 2 ഭാഗമാണ് നമ്മൾ കേട്ടതെന്ന്. ആദ്യ ഭാഗം മുഴുവനും ധനമോഹികളെക്കുറിച്ചുള്ളതാണ്. അതുമൂലം എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളത് ആദ്യ ഭാഗം ഒന്ന് വായിച്ചാൽ മതി. രണ്ടാം ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ട കുറേ കാര്യങ്ങൾ, അതെല്ലാം പുണ്യാഭ്യാസങ്ങളാണ്. നമുക്ക് പാപം ഒഴിവാക്കാൻ പറ്റിയ പോരാ, പുണ്യങ്ങൾ അഭ്യസിക്കണം. അതിനെ കൂടെ വെളിച്ചത്തിൽ നമ്മൾ ജീവിതം വിലയിരുത്തിയാൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പാസ് മാർക്ക് കിട്ടുമോ നമ്മോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. ചെയ്യാവുന്ന നന്മകൾ നമ്മൾ കാണുന്നുണ്ട്. ഹെബ്രായ ലേഖനം 13:16 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ കർത്താവിന് പ്രീതികരമാണ്. കുർബാനയുടെ സമയം നോക്കി നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവിടെ പോയിട്ട് ആ കുർബാന നടക്കുന്നിടത്ത് നമ്മുടെ സാന്നിധ്യം കൊടുത്തിട്ട് അത് കഴിയുമ്പോൾ തിരിച്ചു വരാൻ ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. കർത്താവിന് പ്രീതികരമായ ഒരു ബലിയുണ്ടെന്ന്, ആ ബലി നമ്മൾ അർപ്പിക്കാൻ തയ്യാറാകണം. അതെന്താ? നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ കർത്താവിന് പ്രീതികരമാണ്. ആ ബലി അർപ്പിച്ചിട്ട് ഈ ബലിയിലേക്ക് വരുവാണെങ്കിൽ വ്യത്യാസം കാണാൻ പറ്റും. ചെയ്യാവുന്ന നന്മകൾ ചെയ്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഒരു കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ ആ കുർബാന എങ്ങനെയിരിക്കും? കുർബാനയ്ക്ക് അകത്തിരുന്ന് ഉറങ്ങാൻ പറ്റുമോ? പരവിചാരത്തിലിരിക്കാൻ പറ്റുമോ? മറ്റുള്ളവരെ നോക്കിയിരിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പം മനസ്സിലാവും. ഈ പ്രിപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ വക പ്രശ്നങ്ങളെല്ലാം വരിക. സാത്താന് നമ്മളെ വളരെ എളുപ്പത്തിൽ വഴിതെറ്റിക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ദൈവത്തിന് പ്രീതികരമാകുന്ന ബലി അർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ വായനകളെല്ലാം കൂടെ ചേർത്ത് വെച്ചൊന്ന് ധ്യാനിച്ചാൽ, സുഖലോലുപത, ധനവാന്റെ കാര്യം നമ്മൾ കേട്ടല്ലോ. ചുവന്ന പട്ടുവസ്ത്രം, മൃദുല വസ്ത്രം ധരിച്ച അവന് എന്താ അതിനെ സൂചിപ്പിക്കുക? സുഖലോലുപത. അവൻ ധനികനായിരുന്നു. യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ചുവന്ന വസ്ത്രം ധരിച്ച ദരിദ്രനെ പോലെ കാണപ്പെട്ടു. ഇത് ധനവാനാ. ഇനി അവൻ്റെ സുഖലോലുപതയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ കാണുക. സുഖലോലുപതയ്ക്ക് നമ്മളെ വിട്ടുകൊടുത്താൽ നമുക്ക് ഈ പണം ഉണ്ടാക്കുന്നത് അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം, പ്രഭാഷകൻ 29 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അത്യുന്നതൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രമേ ഉണ്ടാക്കാവൂ. ഉണ്ടാക്കുമ്പോൾ പാപകരമായ മാർഗത്തിലൂടെ ഉണ്ടാക്കരുത്. മാത്രമല്ല ആ പണം ചെലവഴിക്കുമ്പോൾ ദൈവം പറയുന്നത് പോലെ ചെലവഴിക്കണം. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് അത് ചെലവഴിക്കാൻ പറ്റണം. നമ്മൾ കാണുന്നുണ്ട് ലൂക്ക 18:22 വായിച്ചാൽ, ഒരു മനുഷ്യൻ വളരെ സ്മാർട്ടായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞു. ചെറുപ്പം മുതലേ ഞാൻ കൽപ്പനകളൊക്കെ പാലിക്കുന്നു. കർത്താവ് അവൻ്റെ ചങ്കിലേക്ക് നോക്കി ഒരു കാര്യം അവനോട് പറഞ്ഞു, നിനക്കൊരു കാര്യം ചെയ്തു, നിനക്ക് ഒത്തിരി സമ്പത്ത് സ്വർഗത്തിലുണ്ടാവും. എന്ത് ചെയ്യണമെന്നറിയോ? അബ്രാഹത്തിൻ്റെ മടിയിൽ ലാസർ ഇരുന്ന പോലെ നിനക്ക് ഇരിക്കാൻ പറ്റും. എന്ത് ചെയ്യണമെന്നറിയോ? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക, അപ്പോൾ ഈ കാര്യം സാധ്യമാവും. അവൻ എന്നെ പറ്റിയേ? ഹി വെൻ്റ് അവേ സാഡ് എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ നിരാശനായി അവിടെ നിന്ന് പോയി. അവൻ്റെ ജീവിതകാലത്ത് അവൻ സന്തോഷം അനുഭവിച്ചിട്ടുണ്ടാകത്തില്ല. കാരണം കർത്താവ് പറഞ്ഞത് അവനനുസരിക്കാൻ പറ്റിയില്ല. അതിന് കാരണം അവൻ്റെ ധനമോഹം. ധനമോഹം ഇല്ലായിരുന്നെങ്കിൽ കർത്താവ് പറയുമ്പോൾ അത് ഇട്ടെറിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞതുപോലെ പോയി സ്വർഗത്തിലെത്താൻ നോക്കിയല്ലായിരുന്നു. സമ്പത്തുണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അബ്രാഹം സമ്പന്നനായിരുന്നു. പക്ഷേ അബ്രാഹത്തെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ബൈബിളിലുണ്ട്. മെൽക്കിസദക്കിൻ്റെ അടുത്ത് അവൻ ചെന്നിട്ട് അനുഗ്രഹം സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ
അവൻ്റെ സകല സമ്പത്തിൻ്റെയും ദശാംശം അവിടെ കാഴ്ചവെക്കുന്നത്. മാത്രമല്ല അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്, കാശുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഏത് മാർഗവും സ്വീകരിക്കത്തൊന്നുമില്ല. എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്നത് വേണേ വല്ല മോഷ്ടിക്കാനൊക്കെ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ എളുപ്പത്തിൽ നമുക്ക് അധികം കഷ്ടപ്പാടൊന്നുമില്ല. വഞ്ചനയിലൂടെ, മോഷണത്തിലൂടെ, കള്ളത്തരത്തിലൂടെയൊക്കെ നമുക്ക് സമ്പത്തുണ്ടാക്കാം. അബ്രഹാം പറഞ്ഞത്, എനിക്കർഹമല്ലാത്ത മറ്റൊരുവൻ്റെ അവനർഹമായ ഒരു ചരട് പോലും ഞാൻ എടുക്കത്തില്ല. എന്നിട്ട് ഈ മനുഷ്യൻ സമ്പന്നനായില്ലേ? സമ്പന്നരാകാൻ നമ്മൾ തെറ്റായ മാർഗത്തിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല. സത്യസന്ധമായിട്ട് ദൈവത്തിന് മുമ്പിൽ നിലകൊണ്ടാൽ ദൈവം നമ്മെ സമ്പന്നരാക്കും എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇവിടെയെല്ലാം നമുക്ക് ലഭിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ സുഖലോലുപത അതിനകത്ത് പെടരുത്. നമുക്ക് പണമുണ്ടാക്കാം, പക്ഷേ അത് ശരിയായ മാർഗത്തിലൂടെ. എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ വചനം വിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോകരുത്. സുഭാഷിതങ്ങൾ 23:20 വായിച്ചാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അമിതമായിട്ട് മാംസം കഴിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്യുന്നവരുടെ കൂടെ കൂടരുത്. അങ്ങനെയുള്ളവരിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് പറഞ്ഞത്. അമിതമായിട്ട് നമുക്ക് മാംസം കഴിക്കാം, വീഞ്ഞു കുടിക്കാം, പക്ഷേ അമിതമായിട്ട് അതിൻ്റെ പുറകെ ഓടുന്നവരുടെ കൂടെ കൂടരുത്. എന്താ ഇത് സൂചിപ്പിക്കുക? സുഖലോലുപത നമ്മുടെ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ, സുഖലോലുപത നിയമമാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ത്യാഗമെടുക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും തോന്നത്തില്ല. നമുക്ക് എങ്ങനെയെങ്കിലും സുഖിക്കണം, അതായിരിക്കും നമ്മുടെ ലക്ഷ്യം. ഒരു 4 പ്രശ്നങ്ങൾ സുഖലോലുപത നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ഒന്ന്, ദൈവത്തെ മറക്കുന്നവരായി മാറാം. കർത്താവ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിക്കാൻ ആർക്കും പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ സുഖലോലുപത, ഈ ലോകത്തിൻ്റേതായ സമ്പത്ത് ദൈവമായിട്ട് കണ്ട് മുമ്പോട്ട് പോകുന്നിടത്തോളം കാലം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റിയെന്ന് വരില്ല. രണ്ടാമതൊരു കാര്യം, സുഖലോലുപതയ്ക്ക് ജീവിതം സമർപ്പിച്ചവരെ, പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യാനും മടിക്കത്തില്ല. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവർക്ക് പറഞ്ഞിരിക്കുന്നതല്ല, പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നവർക്ക് പറഞ്ഞിരിക്കുന്നത്. സഹായിക്കുന്നവർക്ക് ദൈവം നൽകുന്നൊരു വാഗ്ദാനമുണ്ട്, നിങ്ങൾ കടം കൊടുത്തത് ദൈവത്തിനാണ്, ദൈവം അത് പലിശയോടുകൂടി തിരിച്ചു തന്നിരിക്കും. പക്ഷേ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്താലോ, നീ ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണം നിൻ്റെ ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായിട്ട് മാറും. നിങ്ങൾ ആ ജോബിൻ്റെ പുസ്തകം 20-ാം അധ്യായം ഒന്ന് വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒരു കാരണവശാലും നമ്മൾ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്ന, അവരോട് അനീതി കാണിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. മൂന്നാമത്തെ കാര്യം, നമ്മൾ സുഖലോലുപതയ്ക്ക് കീഴ്പ്പെട്ടാൽ പിന്നെ പ്രാർത്ഥിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ലൂക്കാസ് സുവിശേഷം 21-ാം അധ്യായം 34-35 വചനങ്ങളൊന്ന് വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിരിക്കുന്നത്, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. 3 കാര്യങ്ങൾ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവ മൂലം നിങ്ങളുടെ മനസ്സ് ദുർബലമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കെണി പോലെ അത് നിങ്ങളുടെ മേൽ വന്ന് വീഴും. അത് സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞ്, സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കുക. സുഖലോലുപതയ്ക്ക് ജീവിതം വിട്ടുകൊടുത്തവർക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ നാമത്തിൽ പാപങ്ങളെ പരിഗണിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്കുണ്ടാകുന്ന നേട്ടം വളരെ വലുതാണ്. ഇന്നലെ വിൻസെൻ്റ് ഡി പോളിൻ്റെ ആ ഒരു സ്മരണ സഭയിൽ നമുക്ക് നടത്താൻ പറ്റി. വിൻസെൻ്റ് ഡി പോൾ പാവങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയാണ്. ചില വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, പാവങ്ങളെ പരിഗണിച്ച് അവരെ സ്നേഹിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് വിശുദ്ധരാകാൻ പറ്റി, വലിയ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റി. വിശുദ്ധ ഡൊമിനിക്ക്, അദ്ദേഹം നാട്ടിലൊരു ക്ഷാമം വന്നപ്പോൾ തൻ്റെ തന്നെ പാഠപുസ്തകങ്ങളെല്ലാം കൂടി എടുത്ത് വിറ്റിട്ട്
ആ പൈസ പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് കൊണ്ടു കൊടുത്തു. ഇന്നിപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗതികേടില്ലാതെ സഹായിക്കാൻ പറ്റുന്ന പലരും ഉണ്ട്. പക്ഷേ സഹായിക്കാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഫ്രാൻസിസ് ഓഫ് അസീസി പാവങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ എത്ര മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുത്തു. അതേക്കുറിച്ച് അദ്ദേഹം പിന്നീട് പറഞ്ഞത്, കുർബാന സ്വീകരിച്ച അതേ ഫീലിംഗ് ആയിരുന്നു എനിക്ക് ആ കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിച്ചപ്പോൾ. അതുപോലെ നമുക്ക് പല വിശുദ്ധരും, ഒരു വിശുദ്ധൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്, ഒരു ചോരക്കുഞ്ഞ്, അതിനെ രക്ഷിക്കാൻ വേണ്ടി ആ കുഞ്ഞിനെ എടുത്ത് കൈപിടിച്ച് കഴിഞ്ഞപ്പോഴേ ചില കൊള്ളക്കാർ വിചാരിച്ചത് എന്തോ നിധി കൊണ്ടുപോകുന്ന, ഓടി വന്ന് പിടിച്ച് അത് തുറന്നു നോക്കിയപ്പോഴത്തേക്കാണ് ഒരു ചോരക്കുഞ്ഞ്. മാപ്പ് പറഞ്ഞു പോയെന്നാണ് പറഞ്ഞത്. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഉപേക്ഷയിൽ പാപം വരാതിരിക്കാൻ സൽപ്രവർത്തികൾ ചെയ്ത വ്യക്തികളാണ്. നമ്മളൊക്കെ സാധാരണ പ്രാർത്ഥിക്കാനിരിക്കുമ്പം വരാറുള്ളത് ഈശോയാണോ, ദൈവാനുഭവമാണോ? ഫൗസ്റ്റീന ഇതുപോലെ ഒരു സൽപ്രവൃത്തി ചെയ്തിട്ട് ഒരു ദരിദ്രന് ഭക്ഷണം കൊടുത്തിട്ട് പ്രാർത്ഥിക്കാനായിട്ട് അവളുടെ മുറിയിലേക്ക് പോയി. ഈശോ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവളോട് പറഞ്ഞൊരു കാര്യം, ഫൗസ്റ്റീന താങ്ക് യു, എനിക്ക് തന്ന സൂപ്പിന് നന്ദി. അവൾക്ക് മനസ്സിലായി അവൾ ഭിക്ഷക്കാരനല്ല സൂപ്പ് കൊടുത്തത്, ഒടയതമ്പുരാനാന്ന്. വിശുദ്ധ മാർട്ടിൻ ദി പോറസ് കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ വിറയ്ക്കാൻ അവിടെ കിടന്ന് കവർ ചെയ്യാനായിട്ട് ആവശ്യത്തിന് തുണി പോലും ഇല്ലാതെ വിറച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ഇറങ്ങി പുറംകുപ്പായ എടുത്തിട്ട് രണ്ടായിട്ട് അത് പകുത്ത് ഒരു കഷ്ണം അവന് കൊടുത്തിട്ട് പറഞ്ഞു, കവർ യുവർ സെൽഫ് വെൽ. ഈ മനുഷ്യനും പുള്ളി വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് പറഞ്ഞൊരു കാര്യം, മാർട്ടിൻ താങ്ക് യു, നീ തന്ന പുറംകുപ്പായത്തിന് നന്ദി. മാർട്ടിന് മനസ്സിലായി അവൻ കൊടുത്തത് ഭിക്ഷക്കാരനല്ല, യേശുക്രിസ്തുവിനാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുമ്പം ബലിയർപ്പിക്കാൻ വരുമ്പം വരാറുള്ളത് ഈശോയാണോ, ഉറക്കമാണോ, വായിക്കോട്ടായാണോ, പല വിചാരമാണോ? കാരണം കണ്ടെത്താൻ വലിയ പാടുപെടേണ്ട ഒരാവശ്യമില്ല. ഇനി ഇവരെ പോലെ പാപം ഒഴിവാക്കി പുണ്യങ്ങൾ അഭ്യസിക്കാൻ നമ്മൾ തുടങ്ങിയാൽ ഉറപ്പായിട്ടും ഇതേ അനുഭവം നമുക്കും ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കുന്ന സകല സഹനത്തിനും ത്യാഗത്തിനും സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം കിട്ടുമെന്നുള്ള ആ വിശ്വാസത്തോടെ ജീവിതത്തിൽ മുന്നേറുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.